സൂംബയാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. സ്കൂളുകളിലെ വ്യായാമ മുറയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് എല്ലായിടത്തും. എന്താണ് സൂംബയുടെ ഗുണങ്ങൾ? വിദ്യാർത്ഥികളെ എങ്ങനെ ഇത് സ്വാധീനിക്കും? തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ സൂംബ നടത്താൻ തീരുമാനിച്ചതാണ് ഇപ്പോൾ നിരവധിയായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ളത്. വിവാദങ്ങളിലേക്കല്ല, എന്താണ് ഈ വ്യായാമ മുറയുടെ ഗുണങ്ങൾ? ഇപ്പോൾ നമ്മളോടൊപ്പം നൃത്ത പരിശീലകയായിട്ടുള്ള രേഖാ നായരാണ് ചേരുന്നത്. സൂംബയെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. എന്തൊക്കെയായിരിക്കും ഇതിന് ഗുണങ്ങൾ? വിദ്യാർത്ഥികളിൽ ഇത് എങ്ങനെയായിരിക്കും സ്വാധീനം ചെലുത്താൻ പോകുന്നത്? വ്യായാമം കൊണ്ട് ഗുണങ്ങളേ ഉള്ളൂ. ഇപ്പം നമ്മൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മനുഷ്യ ശരീരം നന്നായി പ്രവർത്തിച്ചു പോകണമെങ്കിൽ എക്സസൈസ് വളരെയധികം അത്യാവശ്യമാണ്. അതിന് ഏജ് ഇല്ല. കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർ വരെയും ഈ എക്സസൈസ് ഉണ്ടെങ്കിലേ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോവുള്ളൂ. പ്രത്യേകിച്ച് ബ്ലഡ് സർക്കുലേഷൻ, പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്ത്, ലങ്സിൻ്റെ വെൽബീയിങ്, പിന്നെ ഓവറോൾ വെൽബീയിങ്. ഇത് ഏത് തരത്തിലുള്ള എക്സസൈസ് ആയാലും കുട്ടികൾക്കും വലിയവർക്കും വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിനെക്കാട്ടിലൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സന്തോഷം. നമ്മളിപ്പോൾ ഈ ഫിസിക്കൽ എക്സേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് തരുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം നോക്കിയാൽ അറിയാം, പണ്ടത്തെ പോലെ അല്ല. ഇപ്പം ഞാൻ തന്നെ കൊച്ചു കുട്ടികൾ മുതൽ ഒരു 65 വരെ ഏജ് ഉള്ളവർക്ക് ഡാൻസ് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പം വന്നു കഴിയുമ്പോൾ തന്നെ അവരുടെ ഒരു പോകുമ്പോൾ ഉള്ള ഒരു സന്തോഷം നമുക്കത് മേക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ഇതെല്ലാം വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. സൂംബ എങ്ങനെയായിരിക്കും കുട്ടികളെ സ്വാധീനിക്കാൻ പറ്റുക? കുട്ടികൾക്ക് ഇപ്പം ക്ലാസിക്കൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ചിട്ടയും ഡിസിപ്ലിനും ഒരു ഇച്ചിരി സ്ട്രിക്ട്നെസ്സും അവിടെ വരും. അതേസമയം സുംബ അല്ലെങ്കിൽ എറോബിക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മളത് ഫുൾ അങ്ങെത്തണം ഇങ്ങെത്തണം അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അതിനകത്ത് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സുംബ. അതുകൊണ്ട് എല്ലാവരും ചെയ്യണമെന്നും അത് എൻജോയ് ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോഴേ അവർക്കത് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു സന്തോഷം. വ്യായാമം ജീവിതത്തിലെ എല്ലാത്തിനെയും സ്വാധീനിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമാണ്. അപ്പം അതിനെ അത് സ്വാധീനിക്കുമല്ലോ. തീർച്ചയായിട്ടും. കാരണം കുട്ടികളെന്ന് പറയുന്ന ഗ്രൂപ്പ് കുറേ കൂടി എനർജി ഉള്ള ഒരു ഏജ് ഗ്രൂപ്പാണല്ലോ. നമ്മൾ സ്കൂൾ കുട്ടികളെന്ന് പറയുമ്പോൾ എക്സ്ട്രാ എനർജിയാണ് അവർക്ക്. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് റീറൂട്ട് ചെയ്ത് വിട്ടാൽ തന്നെ ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ, ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിലേ മെൻ്റലും അത് ശരിയാവുള്ളൂ. അതായത് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ. ഇപ്പോൾ രാവിലെ നമുക്കൊരു എക്സസൈസ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവരുടെ ബ്രെയിൻ വളരെ ആക്റ്റീവ് ആവുക. സോ പഠിക്കാനിരിക്കുമ്പോൾ, ക്ലാസ്സിലിരിക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധയോടെ ഇരിക്കുക, നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നുക. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ എക്സസൈസ്. സ്കൂൾ തലത്തിൽ തുടങ്ങിയത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾക്ക് അത്യാവശ്യം തന്നെയാണ് ഒരു വ്യായാമ മുറ. മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.